നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുള്ള് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി അന്തിക്കാട്ടെ വീടുകളിൽ സന്ദർശനം നടത്തി. BJP വലപ്പാട് രണ്ടാം വാർഡ് കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. പുള്ള് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ വാകച്ചാർത്ത്, ഗണപതി ഹോമം, നവകം, ശ്രീഭൂതബലി, ശേഷം കാർത്തിക ഊട്ട് എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് പുള്ള്, പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ദ്വാരക പുള്ള് അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളം, വടക്ക് ഭാഗത്തു നിന്ന് ഫ്രണ്ട്സ് പുള്ള് അണിയിച്ചൊരുക്കുന്ന കാവടിയാട്ടം, നാദസ്വരം, ബാൻഡ് സെറ്റ്, പുള്ള് കിഴക്ക് ഭാഗത്തു നിന്ന് കുരുക്ഷേത്ര പുള്ള് അണിയിച്ചൊരുക്കുന്ന ഗൊറില്ല ഡാൻസ്, തമ്പോലം തുടങ്ങി ആഘോഷങ്ങളും കരുവത്ത് രാമകൃഷ്ണൻ നായർ നഗറിൽ എത്തിച്ചേർന്നു. ശേഷം തൃശൂർ ശരണമയ്യപ്പ വിളക്ക് സംഘത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താപാട്ടിന്റെയും പൂത്താലത്തിന്റെയും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന്റെ അകമ്പടിയോടുകൂടി ദേശവിളക്ക് കാർത്യായനി ക്ഷേത്ര പരിസരത്തേക്ക് എഴുന്നള്ളി. ക്ഷേത്രത്തിൽ കാർത്തിക നിറമാലയും വർണ്ണമഴയും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ഗിരീശൻ മഠത്തിൽ, സെക്രട്ടറി ജിജുമോൻ കല്ലിങ്ങൽ, ദേവസ്വം ഓഫീസറും ട്രഷററുമായ നന്ദകുമാർ PU, ഓഡിറ്റർ ഷജിൽ പനമുക്ക് എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് സമഗ്ര ശിക്ഷ കേരളം ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി BRC അന്തിക്കാടിന്റെ കീഴിലുള്ള സ്കൂളുകളിലെ ഭിന്നശേഷി കുട്ടികൾക്ക് സിനിമാ പ്രദർശനം നടത്തി. കാഞ്ഞാണി സിംല തിയേറ്ററിൽ നടത്തിയ ചടങ്ങ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രദീപ്, ബാലകൃഷ്ണൻ, റീജിയൻ ചെയർപേഴ്സൺ ദിനേശൻ, സോൺ ചെയർപേഴ്സൺ സുഗതൻ, ട്രഷറർ ഷാലി വർഗീസ്, മെമ്പർമാരായ സീന ബാലകൃഷ്ണൻ, ബാബു, അനിൽ ആന്റണി, മനോഹരൻ എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ ചിൽഡ്രൻ ലയൺസ് ക്ലബിൻ്റെ ഇത്തവണത്തെ ഒരു വ്യത്യസ്തമായ പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് പറയണത്, ഒരു ദിവസം ഈ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ കൂടെ നമ്മൾ ഫുഡായിട്ടോ അല്ലെങ്കിൽ അവരായിട്ട് കളിച്ച് ചിരിച്ച് കൊണ്ട് നടക്കണം എന്നാണ് പറയാറ്. അപ്പോൾ അതിൽ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു സിനിമ കാണിച്ചുകൊണ്ട്, അവരുടെ ആവശ്യപ്രകാരമാണെന്ന് എനിക്കറിയാം, ഈ കുട്ടികൾക്കൊരു സിനിമ കാട്ടിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ഈ ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
പൂനെയിൽ നടന്ന വാക്കോ കിക്ക് ബോക്സിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സൂര്യലക്ഷ്മി നേടിയത് വെള്ളി മെഡൽ അടക്കം 3 മെഡലുകൾ. കേരള ടീമിനായി കളത്തിലിറങ്ങിയ എ സൂര്യ ലക്ഷ്മി മ്യൂസിക് ഫോമിൽ വെള്ളി മെഡലും പോയിന്റ് ഫൈറ്റിലും ലൈറ്റ് കിക്കുകളിലും ഓട്ട് മെഡലുകളും നേടി. കാരമുക്ക് SNGS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കാരമുക്ക് ആരിയിൽ അജയന്റെയും അനിതയുടെയും മകളാണ്. BJP വലപ്പാട് 2ാം വാർഡ് കമ്മിറ്റി കുടുംബസംഗമം GDM സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അംബാസഡർമാർ. നാം ഒരു PR വർക്കിന്റെയും പുറകിൽ പോകുന്നില്ല. 11 കൊല്ലവും രാജ്യം ഭരിക്കുന്ന മോദി ഗവൺമെന്റ് PR ഏജൻസി എന്ന് പറയുന്നത് സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കിട്ടിയിട്ടുള്ള ഈ രാജ്യത്തിലെ സർവ്വസാധാരണക്കാരായ പാവപ്പെട്ട ജനവിഭാഗങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ PR പ്രചാരകന്മാരായി 11 കൊല്ലക്കാലവും ഈ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ആളുകളുള്ള വീട്ടിലേക്കാണ് നാം പോകുന്നത്. നാട്ടിക മണ്ഡലം സെക്രട്ടറിയും 2ാം വാർഡ് സ്ഥാനാർത്ഥിയുമായ രശ്മി ഷിജോ അധ്യക്ഷയായി. കിഷോർ MP, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അക്ഷയ് കൃഷ്ണ, മണ്ഡലം ജനറൽ സെക്രട്ടറിയും തളിക്കുളം ബ്ലോക്ക് കോതകുളം ബീച്ച് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ ഷൈൻ നെടിയിരിപ്പിൽ, എടമുട്ടം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയും BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ധനീഷ് മടത്തിപ്പറമ്പിൽ, 1ാം വാർഡ് സ്ഥാനാർത്ഥി ജിഷ സജീഷ്, 3ാം വാർഡ് സ്ഥാനാർത്ഥി രഹന സതീഷ്, 4ാം വാർഡ് സ്ഥാനാർത്ഥി സന്ദീപ് മാരാത്ത്, 5ാം വാർഡ് സ്ഥാനാർത്ഥി രമ്യ, 20ാം വാർഡ് സ്ഥാനാർത്ഥി നീന അനിൽകുമാർ, 21ാം വാർഡ് സ്ഥാനാർത്ഥി ഷൈനി ഷാജുകുമാർ, 22ാം വാർഡ് സ്ഥാനാർത്ഥി ഹണി സജീഷ്, 16ാം വാർഡ് സ്ഥാനാർത്ഥി PV ആനന്ദൻ എന്നിവർ സംസാരിച്ചു. വാർഡ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുല്ലാട്ട്, വിശ്വനാഥൻ പുല്ലാട്ട്, ഗിരീഷ് ചെമ്പിപ്പറമ്പിൽ, മോഹൻദാസ് പൂലാക്കൽ, ശശികാന്ത് സമ്പ്രിക്കൽ, രാധാകൃഷ്ണൻ വെള്ളാനി, ജിജു അരയമ്പറമ്പിൽ, സൂരജ് വേളയിൽ, ഹരി ജയറാം അരയമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം 1ാം വാർഡ് NDA സ്ഥാനാർത്ഥി ഗോപിക രാമദാസും തളിക്കുളം ബ്ലോക്ക് പട്ലങ്ങാടി ഡിവിഷൻ NDA സ്ഥാനാർത്ഥി ജിനി വിനീഷും വാർഡിലെ വിവിധ വീടുകളിൽ സന്ദർശനം നടത്തി. BJP മണ്ഡലം സെക്രട്ടറി ഭഗിനി സുനിൽ, തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IS അനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ലിജി മനോഹരൻ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ബാലൻ ഈത്തിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, അതാണ് ഞാൻ ആദ്യം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ റോഡിൻ്റെ വികസനം, അങ്ങനെ മറ്റു കാര്യങ്ങൾ, വീടിൻ്റെ പദ്ധതികൾ, ലൈഫിൻ്റെ മിഷനിൽ വന്നിട്ടുള്ള വീടിൻ്റെ പദ്ധതികൾ, അതൊക്കെ ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എത്തിക്കുക. അതൊക്കെയാണ് പഞ്ചായത്തിൻ്റെ എന്ത് ആനുകൂല്യങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് എത്തിക്കുക എന്നൊരു ഇതാണ് ഞാൻ പ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. LDF മണലൂർ 12ാം വാർഡ് പൊതുയോഗം സംഘടിപ്പിച്ചു. അംബേദ്കർ റോഡ് പരിസരത്ത് നടത്തിയ യോഗം CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ KV വിനോദൻ ഉദ്ഘാടനം ചെയ്തു. KD അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അരുൺ ആനന്ദ്, വാർഡ് സ്ഥാനാർത്ഥി അമ്പിളി ശശി, ബ്ലോക്ക് സ്ഥാനാർത്ഥി PK കൃഷ്ണൻ, CPM ഏരിയ കമ്മിറ്റി മെമ്പർ KV ഡേവിസ്, CPI ലോക്കൽ സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിൽ, സീതാ ഗണേഷ്, ലീന സുനിൽ, PJ ജോഷി, ജിഷ ഷാജു എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അന്തിക്കാട്ടുകാരൻ കൂടിയായ മന്ത്രി കെ രാജൻ ജന്മനാട്ടിൽ ഭവന സന്ദർശനം നടത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ചു. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ സ്ഥാനാർത്ഥി KP സന്ദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കെ രാജൻ അന്തിക്കാട് എത്തിച്ചേർന്നത്. CPI മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് TK മാധവൻ, CPM നേതാവ് VA ദിവാകരൻ എന്നിവർ കൂടെയുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അന്തിക്കാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി KN സലിജയുടെ 2ാം ഘട്ട പര്യടനം സമാപിച്ചു. വ്യാഴാഴ്ച അടാട്ട് തെക്കേപ്പുറം വാർഡ് 19 നിന്ന് ആരംഭിച്ച പര്യടനം വെള്ളിയാഴ്ച വൈകിട്ട് അരിമ്പൂർ ഫ്രണ്ട്സ് നഗർ 3ാം വാർഡിലാണ് സമാപിച്ചത്. 46 കേന്ദ്രങ്ങളിലായി ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. വ്യാഴാഴ്ച നടന്ന പര്യടന ഉദ്ഘാടനം CPM അടാട്ട് ലോക്കൽ സെക്രട്ടറി ബബുലുനാഥ്, വെള്ളിയാഴ്ച ജാഥ പര്യടനം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ MR മോഹനൻ, KK ശശിധരൻ, KC പ്രസാദ്, KR ബാബുരാജ്, വൈശാഖ് അന്തിക്കാട്, K രാഗേഷ്, KM ഗോപിദാസൻ, MK സദാനന്ദൻ, KV രാജേഷ്, സ്ഥാനാർത്ഥികളായ KN സലിജ, ജ്യോതി ലക്ഷ്മി, വസന്തൻ, KC കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളുടെ ഭാഗമായി കഥകളി അരങ്ങേറി. ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായി 3ാം ദിവസം തിരുവാതിരക്കളി, നൃത്തസന്ധ്യ, രാത്രി കലാമണ്ഡലം അരുൺ രാജും സംഘവും അവതരിപ്പിച്ച പ്രഹ്ലാദ ചരിതം കഥകളിയും നടന്നു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അമൽ T പ്രേമൻ എടത്തിരുത്തിയിൽ 2ാം ഘട്ട പര്യടനം നടത്തി. ചന്ദ്രാപിന്നി മാരാത്ത് ക്ഷേത്ര പരിസരത്ത് നടന്ന 2ാം ഘട്ട പര്യടനത്തിന്റെ സമാപനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KC സുധീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, PC രാജീവ്, PK ഷാജു, ഷീന വിശ്വൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അല്ലെ, സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പൊതുപ്രവർത്തനം ഇന്നാവാം, വെള്ളയും എടുക്കാം, മാലയിടാം, ഇങ്ങനെ നടക്കാം, അവരോട് എന്തെങ്കിലും പറയാം, പ്രകടന പത്രിക എല്ലാം നടക്കുന്നു നോക്കണ്ട, ഇഷ്ടമുള്ളത് പറയാം. അങ്ങനെയുള്ളവരൊന്നുമല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും നാട്ടുകാരോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്.
നാടിൻ്റെ പ്രശ്നം വരുമ്പോൾ അവർ ഒത്തുനിൽക്കുന്നതാണ്. അതെന്തെല്ലാം ആ വ്യക്തിയെ കൊണ്ട് അവരെ പ്രതികരിക്കുന്ന പ്രസ്ഥാനം കൊണ്ട് നടക്കുമോ അതെല്ലാം ചെയ്യാൻ കൂട്ടായി പ്രയത്നിക്കുന്ന ആളുകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ജനത്തിന് പ്രത്യേകമായൊരു പ്രശ്നമില്ലാത്തവരെ ജയിപ്പിക്കേണ്ടത് അവർ പെട്ടെന്ന് തീരുമാനിക്കുന്ന അവിടെയാണ്. ഞങ്ങളുടെ ഒപ്പമുള്ളല്ലേ, ഞങ്ങളുടെ സഹോദരൻ സഹോദരി സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ആളുകളല്ലേ ജയിപ്പിക്കേണ്ടി വരും. ഇതാണ് പൊതുവായി കേരളത്തിൽ കാണുന്ന ഒരു സ്ഥിതി. തളിക്കുളം NDA 16-18 വാർഡുകൾ സംയുക്തമായി തമ്പാൻകടവ് സീതാറാം നഗറിൽ കുടുംബസംഗമം നടത്തി. BJP സംസ്ഥാന വക്താവ് ശങ്കു ടി ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിന്നി അറയ്ക്കൽ, മണ്ഡലം സെക്രട്ടറി ഷാജി ആലുങ്ങൽ, തളിക്കുളം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റിനി കൃഷ്ണപ്രസാദ്, രമണൻ, സുദർശൻ എന്നിവർ സംസാരിച്ചു. നമ്പിക്കടവ് ബ്ലോക്ക് സ്ഥാനാർത്ഥി സവിത സനീഷ്, 16-ാം വാർഡ് സ്ഥാനാർത്ഥി മിനി രമേശ്, 18-ാം വാർഡ് സ്ഥാനാർത്ഥി സ്മിത ധനഞ്ജയൻ, 2-ാം വാർഡ് സ്ഥാനാർത്ഥി സുമിത മണികണ്ഠൻ, 18-ാം വാർഡ് സ്ഥാനാർത്ഥി സന്ദീപ് എന്നിവർ പങ്കെടുത്തു. LDF വോട്ട് ചെയ്താലാണ് തോൽക്കുക. BJPക്ക് വോട്ട് ചെയ്താൽ ആന്റി UDF വോട്ട് സ്പ്ലിറ്റ് ആയി പോയാലോ, അപ്പോൾ വീണ്ടും LDF വോട്ട് ചെയ്യും. ഇങ്ങനെ വറചട്ടിക്കും നെരി തീക്കും ഇടയിൽ കിടന്ന് ഷട്ടിൽ സർവീസ് നടത്തുന്ന, ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന, വലതുകാലിലെ പന്ത് നിരന്തരമായിട്ട് ഇടതുകാലിലേക്കും ഇടതുകാലിലെ പന്ത് വലതുകാലിലേക്കും പരിവർത്തനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രബുദ്ധതരാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിചിത്ര സമൂഹമാണ് നമ്മൾ. പണ്ടത്തെ ഒരു കഥ പറയാറുണ്ട്, രാജാവ് ഒരു കള്ളനെ ശിക്ഷിച്ച കഥ പറയാറുണ്ട്. പണ്ട് ഒരു മോഷണം നടത്തിയതിൽ കള്ളനെ ഭടന്മാരൊക്കെ കൂടി പിടിച്ചു കൊടുന്ന് രാജാവിൻ്റെ സദസ്സിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, മോഷണം ചെയ്ത സ്ഥിതിക്ക് എന്തായാലും അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ 25 ചാട്ടവാറടി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കള്ളൻ പറഞ്ഞു, 25 ചാട്ടവാറടി കൊള്ളാനുള്ള ആരോഗ്യം എനിക്കില്ല, ഞാൻ ചത്തു, അതുകൊണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ശിക്ഷയായിട്ടൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ആരോഗ്യം മോശമായ സ്ഥിതിക്ക് ചാട്ടയടി കൊള്ളണ്ട, ഒരു 25 കുടം പുളിവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളം വിചാരിച്ചു, പുളിവെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്, അടി കൊള്ളാൻ അത്ര ബുദ്ധിമുട്ടില്ല, എന്നാൽ പുളിവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച് മന്ത്രി കെ രാജൻ നേരിട്ടെത്തി. 6-ാം വാർഡ് സ്ഥാനാർത്ഥി CK കൃഷ്ണകുമാർ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ജ്യോതി ലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KN സലിജ എന്നിവർക്ക് വോട്ട് തേടിയാണ് സ്വന്തം വാർഡിലെ വീടുകളിൽ മന്ത്രി എത്തിയത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു വോട്ടഭ്യർത്ഥിച്ച് മന്ത്രി എത്തിയത്. സാധാരണ നിലയിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഇതിനെല്ലാം ഉപരിയായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെയും ജനകീയ മുഖമുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് അറിയുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മതേതരത്വ ജനാധിപത്യ ബദൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 35-നും 60-നും ഇടയിൽ പ്രായമായിട്ടുള്ള പിങ്ക് മഞ്ഞ കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് ചരിത്രത്തിലാദ്യമായി വലിയ വിധത്തിൽ അംഗീകാരം നൽകി കേരളത്തിലൊരു മനുഷ്യത്വ മുഖമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം നൽകി വരികയാണ്. ആ ഘട്ടത്തിലാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനും അതിനോട് മിണ്ടാപ്പാറ നയമെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുന്ന UDF നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിനുമെതിരെ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ജനകീയ രോഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കപ്പെടും. ഏറ്റവും പ്രമുഖരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന നിർമ്മാലയുടെ ഭാഗമായി തണ്ടാശ്ശേരി തറവാടിന്റെ നിർമ്മാല നടന്നു. തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ, തണ്ടാശ്ശേരി തറവാട്ടിലെ കാരണവർ രഘുനാഥൻ മകൻ രാമൻ, രഘുറാം, തണ്ടാശ്ശേരി രമേശ്, തണ്ടാശ്ശേരി ധനേഷ്, തണ്ടാശ്ശേരി ഡോക്ടർ പ്രസാദ്, ഡോക്ടർ സലൂജ, ശ്രീനാരായണൻ, ഷീല, ബീന, തണ്ടാശ്ശേരി ബിമൽ, ശ്രീരാമ ഭക്തസേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, ബിനു, രഹന ബിനീഷ് എന്നിവർ പങ്കെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ബലരാമൻ എന്ന ആനയെ നടയിരുത്തിയത് തണ്ടാശ്ശേരി തറവാട്ടുകാരായിരുന്നു. പത്തടി നീളമുള്ള മലമ്പാമ്പിനെ ചെളിവെള്ളം നിറഞ്ഞ് കിടക്കുന്ന തോട്ടിൽ നിന്ന് പിടികൂടി.
ഏതാനും ദിവസങ്ങളിലായി സമീപത്തെ വീടുകളിലെ കോഴികൾക്കും ആടുകൾക്കും ഭീഷണി ഉയർത്തിയ മലമ്പാമ്പിനെയാണ് തളിക്കുളം എനിമൽ സ്ക്വാഡ് പിടികൂടിയത്. അന്തിക്കാട് 3-ാം വാർഡ് LDF സ്ഥാനാർത്ഥി അശ്വതി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ക്വാഡ് പ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. സ്ഥാനാർത്ഥിയാണ് വിവരം എനിമൽ സ്ക്വാഡിനെ അറിയിച്ചത്. PR റെജിയുടെ നേതൃത്വത്തിൽ AV ശ്രീവത്സൻ, ജ്യോതിരാമൻ, KV രാജേഷ്, അശ്വതി രാജേഷ് തുടങ്ങിയവരും നാട്ടുകാരും ഏറെ ശ്രമകരമായാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പുള്ള് ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി അന്തിക്കാട്ടെ വീടുകളിൽ സന്ദർശനം നടത്തി. BJP വലപ്പാട് 2-ാം വാർഡ് കമ്മിറ്റി കുടുംബ സംഗമം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.